വളരെ അടിയന്തരമായി തിങ്കളാഴ്ച ഒരു യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. ഇമ്മാനുവൽ മാക്രോണിന്റെ യോഗത്തിലേക്ക് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർക്കും യൂറോപ്യൻ യൂണിയന്റെ പ്രസിഡന്റും കമ്മീഷണറുമായ ആൾക്കും നാറ്റോയുടെ സെക്രട്ടറി ജനറൽക്കും ഒക്കെ ക്ഷണമുണ്ട്. ജർമ്മൻ ചാൻസലറും ഇറ്റാലിയൻ പ്രധാനമന്ത്രിയും ഒക്കെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. യൂറോപ്പിലെ മിക്ക ശക്തികളും ഈ യോഗത്തിൽ പങ്കെടുക്കുകയാണ്. അമേരിക്കയും റഷ്യയും തമ്മിൽ തീരുമാനിക്കേണ്ടതല്ല യുക്രൈന്റെ ഭാവി, യുക്രൈന്റെ ശബ്ദം കേട്ട മതിയാവൂ എന്ന് ഇവർ തറപ്പിച്ച് പറയുന്നു. ഇതിന് മുന്നോടിയായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ഇന്നത്തെ ഡെയിലി ടെലിഗ്രാഫ് പത്രത്തിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. യൂറോപ്പിലെ രാജ്യങ്ങൾ അടിയന്തരമായി തന്നെ യുക്രൈനിലേക്ക് പോകണമെന്നും നേരിട്ട് റഷ്യക്കെതിരെയുള്ള യുദ്ധത്തിൽ പങ്കെടുക്കണമെന്നുമാണ് കീർ സ്റ്റാർമറുടെ ഭാഷ്യം. ബ്രിട്ടീഷ് സൈന്യത്തെ താൻ അയക്കാമെന്നും 2030 വരെ ഒരു വർഷം 3 ബില്യൺ പൗണ്ട് എന്ന നിലയിൽ സാമ്പത്തിക സഹായം ചെയ്യാമെന്നും എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും ഈ വഴി പിന്തുടരണമെന്നും കീർ സ്റ്റാർമർ പറയുന്നു. അതായത് ട്രംപും പുടിനും ചർച്ച ചെയ്ത് യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ യുദ്ധം കൂടുതൽ വഷളാക്കാനും അമേരിക്കയുടെ തീരുമാനത്തിനെതിരെ യുദ്ധം വളർത്താനുമാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. തന്റെ നിലപാട് ഇതാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് കീർ സ്റ്റാർമർ ഇന്ന് പാരീസിൽ നടക്കുന്ന ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. ട്രംപ് ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുത്ത് മുമ്പോട്ട് പോകുന്നതിനോട് യോജിക്കില്ല എന്ന് യൂറോപ്പ് പരസ്യമായി പ്രഖ്യാപിക്കുമ്പോൾ ട്രംപ് ഇതൊന്നും കൂസാതെ സൗദി സമ്മിറ്റുമായി മുമ്പോട്ട് പോവുകയാണ്. ട്രംപ് വരയ്ക്കുന്ന വരയ്ക്കുള്ളിൽ യൂറോപ്പ് നിന്നേ മതിയാവൂ എന്നാണ് ട്രംപിന്റെ വാശി. ചുരുക്കി പറഞ്ഞാൽ നേരത്തെയുള്ള ലോകക്രമം ഇപ്പോൾ അടിമുടി മാറുന്നു.